ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ അടുത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഐ തോട്ട് ദിസ് ടൈം സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്, എൻ്റെ കറണ്ട് സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ചിലതൊക്കെ അഫോർഡബിൾ ആയിരിക്കും, ചിലതൊക്കെ കുറച്ച് ഒരു അഫോർഡബിൾ റേഞ്ച് കഴിഞ്ഞിട്ടുള്ള എന്നാൽ അത്ര എക്സ്പെൻസീവ് അല്ലാത്ത പ്രോഡക്റ്റ്സ് ആയിരിക്കാം. സോ അങ്ങനത്തെ എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്ന പ്രോഡക്ട്സിൻ്റെ എന്തെങ്കിലും ഒരു അഫോർഡബിൾ വേരിയൻ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ ഡ്യൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ ഷെയർ ചെയ്തേക്കാം ലിങ്ക്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടിന്യൂസ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ യൂഷ്വലി ജോബ് കഴിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് തിങ് ചെയ്യുന്നത് ഡബിൾ ക്ലെൻസിങ് ആണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാ സ്കിൻ കെയർ വീഡിയോയിലും കാണുന്നുണ്ടാവും ഡബിൾ ക്ലെൻസിങ്. അപ്പോൾ അതെന്താണെന്ന് സ്പെഷ്യലി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബയോഡെർമയുടെ മിസലർ വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിയറിൻ്റെ മിസലർ വാട്ടർ യൂസ് ചെയ്യാം, ദാറ്റ് വൺ ഇസ് മോർ അഫോർഡബിൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബയോഡെർമയുടെ മിസലർ വാട്ടർ ദി ബെസ്റ്റ് ആണ് കേട്ടോ. കാരണം ഇതെന്നെ ഒട്ടും തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്യാത്ത, എൻ്റെ സ്കിന്നിനെ ഒട്ടും സെൻസിറ്റീവ് ആക്കാത്ത ഭയങ്കര നല്ല ഒരു മിസലർ വാട്ടർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാനിത് ആക്ച്വലി റീപർച്ചേസ് ചെയ്ത്, എൻ്റെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഞാനിത് റീപർച്ചേസ് ചെയ്യാണ് ചെയ്തത്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമ്മളുടെ പൗച്ചൊക്കെ ഇല്ലേ, നമ്മുടെ സ്കിൻ കെയർ പൗച്ച്, ചെറിയ ചെറിയ പൗച്ചിലൊക്കെ പെട്ടെന്ന് സുഖമായിട്ട് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ്, ക്യൂട്ട് വൺ. ആൻഡ് ഈ ഒരു സ്മോൾ ബോട്ടിൽ അഫോർഡബിൾ ആണ്, 300 സംതിങ്ങേ ഉള്ളൂ. കോസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് റിമൂവൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഐ മൂവ് ഓൺ ടു ദ ഫേസ് വാഷ്. ഫേസ് വാഷ് ആക്ച്വലി ഞാൻ രണ്ടെണ്ണമാണ് കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഒരെണ്ണം ഞാൻ മോർ ആക്നെ ഉള്ള സമയത്ത് യൂസ് ചെയ്യും, എസ്പെഷ്യലി പീരീഡ്സിൻ്റെ സമയത്തൊക്കെ മോർ ആക്റ്റീവ് ആക്നേസ് ഉണ്ടാകുന്ന സമയമാണല്ലോ, ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു 1% സാലിസിലിക് ആസിഡ് ജെൽ ഡെയിലി ഫേസ് വാഷ്. ഇതെന്ന് പറയുന്നത് ഡെർമാക്കോടെയാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൽ സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ആക്റ്റീവ് ആക്നെ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ബിക്കോസ് നമ്മളുടെ ആ ഒരു ആക്നിനൊന്ന് കാം ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആക്നെ ഒന്നും ഇല്ലാത്ത സമയത്ത്, എസ്പെഷ്യലി മോർണിംഗ് ടൈമിലാണെങ്കിൽ നമുക്ക് അധികം നമ്മുടെ ഫേസിനെ സ്ട്രിപ്പ് ഓഫ് ചെയ്ത് ഓയിലൊക്കെ മുഴുവൻ വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. അങ്ങനത്തെ സമയത്ത്, അതായത് കൂടുതൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു സിമ്പിൾ ഫേസ് വാഷ് വേണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സിമ്പിളിൻ്റെ മിസലാർ ജെൽ വാഷ്. ഇതെന്ന് പറയുന്നത് ഫോർ ഡ്യൂവി ഹൈഡ്രേറ്റഡ് സ്കിൻ എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. വെരി സിമ്പിൾ പ്രോഡക്റ്റ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് കെമിക്കൽസോ അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ജെൽ ഫേസ് വാഷാണ്. നമ്മളുടെ ഫേസിനെ കുറച്ച് സപ്പിൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് വേണം ഈവൻ ആഫ്റ്റർ യൂസിങ് ഫേസ് വാഷ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫേസ് വാഷൊക്കെ ബെസ്റ്റാണ്. ഫേസ് വാഷ് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ടോണർ. ഇതെന്ന് പറയുന്ന ഹൈലറോണിക് ആസിഡ് ടോണർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇസിൻട്രി എന്ന് പറഞ്ഞ കൊറിയൻ ബ്രാൻഡിൻ്റെ ഒരു ടോണറാണ്. അടിപൊളി ടോണറാണ് കേട്ടോ. ഇസിൻട്രി എന്ന് പറഞ്ഞ കൊറിയൻ ബ്രാൻഡ് ആക്ച്വലി ഈ ഒരു ഡ്രൈ സ്കിന്നിന് പറ്റിയ ബ്രാൻഡാണ്. ബിക്കോസ് അവരുടെ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഐ ലവ് ദാറ്റ് മോയ്സ്ചറൈസർ. അവരുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ടോണർ എല്ലാം അടിപൊളിയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ടോണർ ഹൈലറോണിക് ആസിഡ് എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ബിക്കോസ് എനിക്ക് കുറച്ച് ഹൈഡ്രേറ്റഡ് സ്കിൻ വേണം മേക്കപ്പ് ഇടുന്നതിന് മുന്നേ. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു ടോണറാണ് ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഇത്രയും ഞാനിപ്പോൾ യൂസ് ചെയ്തു. പക്ഷേ ഇതിന് മുന്നേ ഞാൻ ഇതേ ബ്രാൻഡിൻ്റെ ഒരു ഗ്രീൻ ടീ അങ്ങനെ എന്തോ ഒരു ടോണറായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നല്ലതായിരുന്നു. ഈ ഒരു ബ്രാൻഡിൻ്റെ 2 ടോണറും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇഫ് യു വാണ്ട് ഹൈഡ്രേറ്റഡ് സ്കിൻ, ഗോ ഫോർ ദിസ് ടോണർ. ഓക്കെ, ആഫ്റ്റർ ടോണർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, സിറം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റമിൻ സി സിറമാണ്. റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വൈറ്റമിൻ സി സിറമാണ്, ക്ലെയേഴ്സിൻ്റെ. ഐ നോ ക്ലെയേഴ്സ് എക്സ്പെൻസീവ് ആണ്, ഇതിൻ്റെ കോസ്റ്റ് പോലും ആരും പോയി നോക്കണ്ട, വെരി മച്ച് എക്സ്പെൻസീവ്. പക്ഷേ വൈറ്റമിൻ സി അഫോർഡബിൾ വേരിയൻറ്റ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഞാൻ ആക്ച്വലി ഇതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്തതാണ്. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തതൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സി സിറംസ് ആയിരുന്നു. അപ്പോൾ അഫോർഡബിൾ വേരിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ മെൻഷനിൽ. ഓക്കെ, അപ്പോൾ ക്ലെയേഴ്സിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി, പ്യുവർ വൈറ്റമിൻ സി ആൻഡ് സെൻറ്റല്ല ഏഷ്യാറ്റിക്ക എക്സ്ട്രാക്ട്സ് ആണ് ഇതിനകത്തുള്ളത്. സെൻറ്റല്ല ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ആക്നെ പ്രോൺ സ്കിൻ. ഓക്കെ,
അപ്പോൾ ആസ് യു ക്യാൻ സീ ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആയത്, ഞാൻ ഫിനിഷ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫ്യൂ മില്ലി ലിറ്റേഴ്സ് ഇതിനകത്ത് റിമൈനിങ് ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഈ മന്ത് ഫിനിഷ് ചെയ്യും. ആൻഡ് ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു ക്ലെയേഴ്സ് എന്ന് പറയുന്ന ടോപ്പ് ബ്രാൻഡ്, അതിൻ്റെ കോസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതെനിക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും എൻ്റെ ഫേസിൽ ഉണ്ടാക്കിയിട്ടില്ല. ഏതൊരു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന അതേ ഗ്ലോയെ എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴും കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഗ്ലോ വേണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ സി സിറത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നില്ല. ബിക്കോസ് ഇതെനിക്ക് അത്ര സ്പെഷ്യലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ജസ്റ്റ് റെഗുലർ വൈറ്റമിൻ സി സിറം. ഓക്കെ, മൂവിങ് ഓൺ ടു മൈ നെക്സ്റ്റ് സിറം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറിയുടെ 2% സാലിസിലിക് ആസിഡ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഓർഡിനറി ബ്രാൻഡ് എല്ലാവർക്കും അറിയാം, ദി OG ഇൻ സ്കിൻ കെയർ. അപ്പോൾ അവരുടെ എല്ലാ സിറം ഒരുവിധം നല്ലതാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചില സമയത്ത് ആക്റ്റീവ് ആക്നേസ് ഭയങ്കരമായിട്ട് വരും, സ്പെഷ്യലി പീരീഡ്സിൻ്റെ ടൈമിൽ. അല്ലാത്ത സമയത്തും ചിലപ്പോൾ എനിക്ക് PCOD ഒക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ എപ്പോഴും ഈ ഒരു സാലിസിലിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സിറം യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ ഒരു സിറം അപ്ലൈ ചെയ്യാറില്ല, ബിക്കോസ് ഇത് തന്നെ ഒരു നല്ലൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഈ ഒരു സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആക്നെ കുറച്ചൊക്കെ ഒന്ന് കാം ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ആക്റ്റീവ് ആക്നെ ഡിസപ്പിയർ ആക്കും എന്നല്ല പറയുന്നത്, പക്ഷേ റെഗുലർ യൂസിൽ നമ്മൾക്ക് നമ്മളുടെ ആക്റ്റീവ് ആക്നേസിനെ കുറച്ച് കാം ഡൗൺ ചെയ്യാൻ ഈ ഒരു സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. സോ എനിക്ക് ആക്റ്റീവ് ആക്നയുടെ സമയത്ത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് ആക്നെ, ഐ ഇൻട്രൊഡ്യൂസ് യു ടു ദിസ് ഡാറ്റിറ്റ്. ഡാറ്റിറ്റ് എന്ന് പറയുന്ന ഗഷ് ബ്യൂട്ടി ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇത് നിങ്ങൾ കുറേ സ്കിൻ കെയർ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റിക്കേഴ്സ് ഡിഫറെൻറ്റ് ഷേപ്പിൽ അവൈലബിൾ ആണ്. ഹാർട്ട് ഷേപ്പിൽ, സ്റ്റാർ ഷേപ്പിൽ, പിന്നെ അങ്ങനെ സർക്കിൾ ഷേപ്പിൽ, അങ്ങനെ കുറേ ഷേപ്സിൽ ഇത് അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ഇത് എനിക്ക് തോന്നുന്നു ഹൈഡ്രോക്ലോയിഡ്, ലെറ്റ് മീ ചെക്ക്, യെസ്, ഹൈഡ്രോക്ലോയിഡ് ആക്നെ പാച്ചസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ആക്റ്റീവ് ആക്നെ ഉള്ള സമയത്തിൽ, അതായത് മുഖക്കുരൊക്കെ വന്നിങ്ങനെ പഴുത്ത് നിൽക്കുന്ന ബൾബ് പോലെ നിൽക്കുന്ന ടൈമിൽ, ആ ടൈമിൽ നമ്മൾ ഈ ഒരു ഹൈഡ്രോക്ലോയിഡ് പാച്ചസ് ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ നോക്കുന്ന സമയത്ത്, നമ്മളത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആക്റ്റീവ് ആക്നയുടെ പസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹൈഡ്രോക്ലോയിഡ് വലിച്ചെടുത്തിട്ട് ആ ഒരു ആക്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ആക്റ്റീവ് ആക്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈഡ്രോക്ലോയിഡ് പാച്ചസ് ഹെൽപ്പ് ചെയ്യും. ഞാനിത് ഒരു തവണ യൂസ് ചെയ്ത് നോക്കിയിരുന്നു എൻ്റെ ഈ ഒരു സൈഡിലൊരു ആക്നെ വന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഒരു കുറച്ച് സൈസ് ഉണ്ടായിരുന്ന ഒരു ആക്നെ കുറച്ച് ചെറുതാക്കിയിട്ട് സൈസ് കുറവുള്ള ഒരു ആക്നെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാനിത് യൂസ് ചെയ്ത സമയത്ത്. എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ യൂസിൽ അത് കംപ്ലീറ്റ് ഡ്രൈ ഔട്ട് ആവാൻ ഹെൽപ്പ് ചെയ്യും തോന്നുന്നു. ഐ ഡോണ്ട് നോ, ഞാനിത് കുറച്ചും കൂടെ നല്ലപോലെ ആക്റ്റീവ് ആക്നെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം, സെപ്പറേറ്റ് വീഡിയോ. ഓക്കെ, മൂവിങ് ഓൺ ടു മോയ്സ്ചറൈസേഴ്സ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മളുടെ കൊറിയൻ മോയ്സ്ചറൈസർ എന്ന് തുടങ്ങാം. ദിസ് ഇസ് ഫ്രം ദ ബ്രാൻഡ് ഇസിൻട്രി. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ടോണറിൻ്റെ സെയിം വേരിയൻ്റ് ആണ്, ഹൈലറോണിക് ആസിഡ് അക്വ ജെൽ ക്രീം എന്ന് പറഞ്ഞിട്ട്. ഇത് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഓവറായിട്ട് നമ്മളുടെ സ്കിന്നിനെ ഓയിലി ആക്കില്ല, ജസ്റ്റ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ഹൈഡ്രേഷൻ. ഓക്കെ, അടിപൊളി മോയ്സ്ചറൈസറാണ്. ആസ് യു ക്യാൻ സീ, ഞാനിത് കംപ്ലീറ്റ് യൂസ് ചെയ്തു. ഐ ലവ്ഡ് ഇറ്റ്. സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് സൈഡിലാണ്, പക്ഷേ ഇതിൻ്റെ അഫോർഡബിൾ വേരിയൻസ് ഞാൻ പറഞ്ഞുതരാം കമൻസിൽ. ഓക്കെ, ചോദിക്കുകയാണെങ്കിൽ മാത്രം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ അഫോർഡബിൾ മോയ്സ്ചറൈസർ. ഇത് ആക്ച്വലി എനിക്ക് ഫ്രീ കിട്ടിയതായിരുന്നു നൈക്കിന്ന് ഞാൻ കുറേ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്ത സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ലാർജ് ബോട്ടിൽ എനിക്ക് വാങ്ങണമെന്നുണ്ട്, ഐ മീൻ ലാർജർ വേരിയൻറ്റ് എനിക്ക് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നൈസിനമൈഡ് ക്ലിയർ മോയ്സ്ചർ ജെൽ ക്രീമാണ്. ഓ മൈ ഗോഡ്, ഐ ലവ്ഡ് ഇറ്റ്. എനിക്കിത് ഫ്രീ കിട്ടിയതുകൊണ്ട് ഞാനിങ്ങനെ ആദ്യം കുറേ നാൾ യൂസ് ചെയ്യാതെ വെച്ചു. പിന്നെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഇത് തീർന്ന സമയത്ത് ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഇതേ എഫക്റ്റാണ് എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് സെയിം എന്നല്ല, ഓക്കെ, അതിനോട് ക്ലോസ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് ഈ ഒരു മോയ്സ്ചറൈസറിന് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഇതും ഒരു ജെൽ ടെക്സ്ചറാണ്, ഇതും എക്സ്ട്രീംലി ഓയിലി ആക്കുന്നില്ല, കംഫർട്ടബിൾ ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിയലി ഗുഡ് വൺ. ഇത് അഫോർഡബിൾ ആണ് കേട്ടോ, പ്ലമ്മിൻ്റെ അഫോർഡബിൾ വേരിയൻ്റ് ആണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ ലിങ്ക് കൊടുക്കാം, ഡു ചെക്ക് ദാറ്റ് ഔട്ട്.
നൗ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫോർമുല RX എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബാരിയർ റിലീഫ് ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ. ഇതെന്ന് പറയുന്നത് ഐ തിങ്ക് ഇതിൽ സെറാമൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ സെറമൈഡുള്ള മോയ്സ്ചറൈസർ തപ്പി നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇത് പർച്ചേസ് ചെയ്തത്. എനിവേ ഐ തിങ്ക് ഇറ്റ് ഹാസ് സെറമൈഡ്സ്. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ്, റിയലി ഗുഡ് വൺ. നമ്മളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും പറ്റുന്നൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നിന് ഇവരുടെ തന്നെ ഒരു ബാരിയർ റിപ്പയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയൻറ്റ് അവൈലബിൾ ആണ്. അതായിരിക്കും നല്ലത്. പക്ഷേ എന്നെ പോലത്തെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ ഈ ഒരു എന്താണ് ബാരിയർ റിലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓറഞ്ച് വേർഷൻ ആയിരിക്കും നല്ലത്. ആൻഡ് ഇതും എനിക്ക് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് മോയ്സ്ചറൈസറായിട്ട് ഫീൽ ചെയ്തു. നമ്മളുടെ അഫോർഡബിൾ റേഞ്ചിൽ ഇത് അവൈലബിളും ആണ്. സോ യാ, love it. Okay, you know what comes after moisturizer, right? Yes, our sunscreen. അപ്പോൾ സൺസ്ക്രീൻ്റെ കേസിൽ ഞാൻ കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്നും ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ യൂസ് ചെയ്ത ഒരു 10 സൺസ്ക്രീനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 സൺസ്ക്രീൻ മാത്രം ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് സ്കിന്നിൻ്റെ SPF ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു SPF 50 PA4+ ഒക്കെയുള്ള ഒരു സൺസ്ക്രീനാണ്. ബ്രോഡ് സ്പെക്ട്രമാണ്. അതേപോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇതെനിക്ക് ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ നല്ലപോലെ സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീനായിട്ട് തോന്നി. ആൻഡ് ഇതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സൺസ്ക്രീനാണ് ഈ ഒരു എന്തായിരുന്നു ഈ ബ്രാൻഡിൻ്റെ പേര്, ബ്യൂട്ടി ഓഫ് ജോസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. ആൻഡ് ഇവരുടെ സൺസ്ക്രീനാണ്. ഇതും നല്ലൊരു സൺസ്ക്രീനാണ് നമ്മളുടെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ വെരി അഫോർഡബിൾ സൺസ്ക്രീൻ. ആൻഡ് ഈ ഒരു ബ്രാൻഡ് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആൻഡ് ദിസ് ഇസ് നൺ അതർ ദാൻ അക്വലോജിക്കയുടെ ഈ ഒരു SPF 50 ഉള്ള ഡീടാൻ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ. ഈ ഒരു റെഡ് ബോട്ടിൽ ഇവരുടെ ഐ തിങ്ക് അക്വലോജിക്കയുടെ വേറെ 2 വേരിയൻറ്റ് ഞാൻ ട്രൈ ചെയ്തതാണ്. ആൻഡ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു റെഡ് വൺ ഇല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു റെഡ് വൺ എനിക്ക് കൂടുതൽ ഇഷ്ടമായി ബാക്കി എല്ലാത്തിനേക്കാളും, ഇവരുടെ തന്നെ ബാക്കി വേരിയൻറ്റിനേക്കാളും. ബിക്കോസ് ഇതെന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റ് ഇല്ല, പെട്ടെന്ന് ഈസിലി നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡായിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സട്ടിൽ ഗ്ലോ തരുന്നുണ്ട്. അതേപോലെ തന്നെ അണ്ടർ മേക്കപ്പ് ഇത് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രേക്ക് ഔട്ടും ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് വിൻ വിൻ. അപ്പോൾ ഈ ഒരു 3 സൺസ്ക്രീനാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ 3 സൺസ്ക്രീനാണ് കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ സ്പ്രേ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് 2 hour കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഞാൻ ഒരു മെയിൻ സൺസ്ക്രീനായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മളെപ്പോഴും നമ്മളുടെ സ്കിന്നിൽ ഇങ്ങനത്തെ ക്രീം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ 2 hourൽ ഈ ഒരു സ്പ്രേ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുള്ളൂ, റീഅപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോട്ടൽ സ്കിൻ കെയർ. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി ട്രൈ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ലൈക്ക് അതിൻ്റെ സ്കിന്നിന് മാച്ച് ആവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെന്ന് കണ്ടാൽ മാത്രം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അത് ആർക്കാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, എൻ്റെ സിസ്റ്റേഴ്സിനോ കസിൻസിനോ ആർക്കെങ്കിലും അത് സ്യൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കങ്ങ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി കുറച്ച് പ്രോഡക്റ്റ്സ് അണ്ടർ ടെസ്റ്റിങ്ങിലാണ്. അപ്പം ഞാനതിങ്ങനെ എൻ്റെ സ്കിന്നിൽ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വർക്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അതൊക്കെ നല്ല പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ഞാൻ എൻ്റെ നെക്സ്റ്റ് സ്കിൻ കെയർ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് സ്കിൻ കെയർ വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ സ്കിൻ കെയർ, ഹെയർ കെയർ, ബോഡി കെയർ വീഡിയോസിനൊക്കെ ആയിട്ട് subscribe my channel and join the family. Okay, so yeah, that's it. Thank you so much for watching. See you in the next one. Bye.